Warm welcome to Comrade Media's English Learning Program, ELP. During the last episode, we were discussing degrees of comparison. Already we have done positive degree. അതുണ്ടായേക്കാവുന്ന കൺഫ്യൂഷൻ ഞാൻ സോൾവ് ചെയ്തിരുന്നു. സെൻറ്റൻസിനകത്ത് നോട്ട് വന്നാലും വന്നില്ലെങ്കിലും ഡിഗ്രി പോസിറ്റീവാണെന്നുള്ളത് വ്യക്തമാക്കി. രണ്ടാമത്തത് കമ്പാരറ്റീവ് ഡിഗ്രിയാണ്. മോർ ദാനാണ്. മോറിൻ്റെ കൂടെ അഡ്ജക്റ്റീവ് കഴിഞ്ഞാൽ ദാൻ കൂടി ഉപയോഗിക്കണം. പിന്നെ മൾട്ടി സിലബിൾ വേർഡാണെങ്കിൽ ആ അഡ്ജക്റ്റീവ് നമുക്ക് മോർ പ്രത്യേകം ഉപയോഗിക്കുകയും മോണോ സിലബിൾ ആണെങ്കിൽ ഒരു സിലബിളേ ഉള്ളുവെങ്കിൽ നമുക്ക് അവിടെ ആ അഡ്ജക്റ്റീവിനോടൊപ്പം തന്നെ ER എന്ന് ചേർത്താൽ മതി. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. അടുത്തത് ലാസ്റ്റിലെ തേർഡ് ആൻഡ് ലാസ്റ്റ് ഡിഗ്രിയാണ് മോസ്റ്റ് പ്ലസ് ദ സൂപ്പർലേറ്റീവ് ഡിഗ്രി എന്നാണ് പറയുന്നത്. സൂപ്പർലേറ്റീവ് ഡിഗ്രി, സൂപ്പർലേറ്റീവ് അതിനപ്പുറം ഇല്ല, അതിനപ്പുറം ഒന്നും പറയാൻ പറ്റില്ല. ഏറ്റവും മലയാളത്തിൽ അതിൻ്റെ മീനിങ് ഏറ്റവും എന്ന് നമ്മൾ പറയും. അതിനകത്ത് ഒരു പ്രത്യേക കാര്യം ഓർക്കണം. എപ്പോൾ എവിടെ സൂപ്പർലേറ്റീവ് ഡിഗ്രി മോസ്റ്റ് ഉപയോഗിച്ചാലും ഡെഫിനറ്റ് ആർട്ടിക്കിൾ ദ ഉണ്ടായിരിക്കണം. ദ മോസ്റ്റ്. അതുപോലെ സിംഗിൾ സിലബിളാണ്, മോണോ സിലബിൾ ആണെങ്കിൽ അവിടെ നമുക്ക് EST ചേർത്താൽ മതി. ദ ബിഗ്ഗസ്റ്റ്, ദ സ്ട്രോങ്ങസ്റ്റ്, ദ ഫേമസസ്റ്റ് എന്ന് പറയാൻ ഒക്കത്തില്ല, സിലബിൾ കൂടി. അതുകൊണ്ട് ദ മോസ്റ്റ് ഫേമസ് എന്നാണ് ചേർക്കേണ്ടത്. അപ്പോൾ അവിടെ ഏറ്റവും എന്നർത്ഥം വരിക. അവിടെ കമ്പയർ ചെയ്യാൻ വേറൊന്നുമില്ല, ഏറ്റവും. പിന്നെന്തോ കമ്പയർ ചെയ്യുന്നത്, മിഡിലുള്ളതിന് കമ്പയർ ചെയ്യുന്നു. നമ്മൾ മോർ ദാൻ ഉപയോഗിച്ചാൽ അതിനകത്ത് 2 എണ്ണം വരുന്നുണ്ട്. ഇനി പോസിറ്റീവ് ഡിഗ്രി കമ്പാരിസൺ അല്ലെങ്കിലും അത് ഒരു തരം കമ്പാരിസൺ എന്ന് പറയാമല്ലോ. എത്രയുമോ അത്രയും 2 വ്യക്തികളോ 2 കാര്യങ്ങളോ വരുന്നുണ്ട്. ഇവിടെ ഏറ്റവും പിന്നെന്ത് വേറെ എന്തിനും നമുക്ക് അവിടെ കൊണ്ടുവരേണ്ട കാര്യമില്ല. അപ്പോൾ എഴുതിയെടുക്കുമ്പോൾ നമുക്ക് സ്ട്രക്ചർ എഴുതുമ്പോൾ ദ മോസ്റ്റ് പ്ലസ് അഡ്ജക്റ്റീവ്, ADJ എന്ന് എഴുതുക ബ്രീഫായിട്ട്. ദ മോസ്റ്റ് പ്ലസ് അഡ്ജക്റ്റീവ് ഓർ ദ അഡ്ജക്റ്റീവ് പ്ലസ് EST. ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം. എവറസ്റ്റ് ഈസ് ദ ഹയസ്റ്റ് പീക്ക് ഇൻ ദി വേൾഡ്. എവറസ്റ്റ് ഈസ് ദി ഹയസ്റ്റ് പീക്ക് ഇൻ ദി വേൾഡ്. പാലക്കാട് ഈസ് ദി ലാർജസ്റ്റ് or biggest district in our state. Kashmir is the most beautifulest പറയാൻ പറ്റില്ല. Kashmir is the most beautiful state in India. കോൺട്രവേഴ്സ്, അത് ഗ്രാമറിന് വേണ്ടി പറഞ്ഞതാണ്. ചിലർ പറയുന്നത് കേരളമാണെന്നാണ്. അതുകൊണ്ട് എന്തായാലും കാശ്മീർ എന്ന് പറയുന്നതേ ഉള്ളൂ. അപ്പോൾ കാശ്മീർ എക്സാമ്പിളായിട്ട് പറഞ്ഞതാണ്. കാശ്മീർ ഈസ് ദി മോസ്റ്റ് ബ്യൂട്ടിഫുൾ സ്റ്റേറ്റ് ഇൻ ഇന്ത്യ. അതിൻ്റെ ബാക്കി ഘടകങ്ങളൊന്നും നമ്മൾ നോക്കണം. ഗ്രാമറിനകത്ത് അതിൻ്റെ ഫാക്ച്വൽ ട്രൂത്ത് നോക്കേണ്ട കാര്യമില്ല, എക്സാമ്പിൾ ആയതുകൊണ്ടാണ്. പൊയറ്റിക് ലൈസൻസ് ഒക്കെ പറഞ്ഞ പോലെ. ഇത്രയേ ഉള്ളൂ സംഭവം. അപ്പോൾ ഇതിന് നിങ്ങൾ ക്വസ്റ്റ്യൻ വരുന്ന മോഡലാണ് ഞാൻ ഇനി പറയുന്നത്. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം ഒന്ന് പോസിറ്റീവ് ഡിഗ്രി തരും, എന്നിട്ട് ഒന്നുകിൽ ടേൺ ഇൻറ്റു കമ്പാരിറ്റീവ് ഡിഗ്രി എന്ന് ബ്രാക്കറ്റിൽ തരും, അല്ലെങ്കിൽ ടേൺ ഇൻറ്റു സൂപ്പർലേറ്റീവ് ഡിഗ്രി എന്ന് തരും. രണ്ടും കൂടെ വരത്തില്ല, ഏതെങ്കിലും ഒന്നാക്കാൻ ചോദിക്കും. പക്ഷെ നിങ്ങൾ എക്സസൈസ് ചെയ്യുമ്പോൾ ഞാനിപ്പോൾ തരാൻ പോവുകയാണ്. നിങ്ങൾ തന്നെ എക്സസൈസ് ചെയ്യാൻ സ്റ്റുഡൻസിന് വേണ്ടിയാണ് ഞാൻ ഗ്രാമർ ടോപ്പിക്കിലേക്ക് വന്നത്. അല്ലാതെ സ്പോക്കൺകാർക്ക് വേണ്ടിയല്ല. സ്പോക്കൺ ഇംഗ്ലീഷ് ഒന്നും ആരും നമ്മൾ നോക്കാറില്ല. അപ്പോൾ ഇപ്പം നിങ്ങൾ എഴുതുമ്പോൾ നോക്കുക, എവറസ്റ്റ് ഈസ് ദി ഹയസ്റ്റ് പീക്ക് ഇൻ ദി വേൾഡ് എന്ന സൂപ്പർലേറ്റീവിനെ നിങ്ങൾക്ക് എങ്ങനെ കമ്പാരിറ്റീവ് ആക്കാൻ പറ്റും? അവിടെ വേറൊന്നും ചെയ്യാൻ ഒക്കത്തില്ല. എത്രയും അത്രയും വരണം മലയാളം സെൻസിൽ. അപ്പം വേറെ ഒരു കൊടുമുടി എവറസ്റ്റിൻ്റെ അത്രയും ഉയരമുള്ളതല്ല. സെൻറ്റൻസിനെ നെഗറ്റീവ് ആക്കണം, പക്ഷേ ഡിഗ്രി പോസിറ്റീവാണ്. ഇതാണ് ഇതിനകത്തെ ഒരു ഐറണി എന്ന് പറയുന്നത്. സെൻറ്റൻസിനെ നെഗറ്റീവ് ആക്കുമ്പോഴേ ഇത് പോസിറ്റീവ് ആകത്തുള്ളൂ. അഡ്ജക്റ്റീവിൻ്റെ ഡിഗ്രി പോസിറ്റീവ് ആക്കണമെങ്കിൽ സെൻറ്റൻസ് നെഗറ്റീവ് ആക്കിയേ പറ്റും. അപ്പോൾ അതിന് സെൻറ്റൻസിനെ മാറ്റാൻ പോവുകയാണ്. എവറസ്റ്റ് ഈസ് ദി ഹയസ്റ്റ് പീക്ക് ഇൻ ദി വേൾഡ് എന്നുള്ളതിനെ നോ അതർ പീക്ക് ഇൻ ദി വേൾഡ് ഈസ് സോ ഹൈ ആസ് എവറസ്റ്റ്. സെൻസിനൊരു വ്യത്യാസവും ഇല്ല. ലോകത്തുള്ള ഒറ്റ കൊടുമുടിയും എവറസ്റ്റിൻ്റെ അത്രയും ഉയരമുള്ളതല്ല. അല്ല വന്നു ടോട്ടലി സെൻസ് വെച്ച് നോക്കുമ്പോൾ സെൻറ്റൻസ് നെഗറ്റീവാണ്. അഡ്ജക്റ്റീവിൻ്റെ ഡിഗ്രി നോക്കുമ്പോൾ അഡ്ജക്റ്റീവിൻ്റെ ഡിഗ്രി എന്താണ്? പോസിറ്റീവാണ്. ഇതാണ് ഇതിനകത്തെ ഐറണി അല്ലെങ്കിൽ വിരോധാഭാസം എന്ന് പറയുന്നത്. എല്ലാവരും നോട്ട് ചെയ്തല്ലോ.
ഇനി ഇതിനെ കമ്പാരിറ്റീവ് ആക്കാനാണ് വരുന്നത് എങ്കിൽ എന്ന് പറയും, എവറസ്റ്റ് ഈസ് ഹയർ ദാൻ ഓൾ ദി അതർ പീക്സ് ഇൻ ദി വേൾഡ്. എവറസ്റ്റ് ഈസ് ഹയർ ദാൻ ഓൾ ദി അതർ പീക്സ് ഇൻ ദി വേൾഡ്. മറ്റെല്ലാത്തിനേക്കാളും അപ്പോൾ ഏറ്റവും ആയല്ലോ. ഡിഗ്രി എന്തായി? കമ്പാരിറ്റീവായി. സെൻസ് സെയിം തന്നെ. എവറസ്റ്റ് ലോകത്തുള്ള മറ്റെല്ലാ കൊടുമുടികളെക്കാളും ഉയരമുള്ളതാണ്. ഒരു വ്യത്യാസം കൂടെ പറയട്ടെ, ഒന്നുകൂടെ പറഞ്ഞേക്കാം. എവറസ്റ്റ് ഈസ് ഹയർ ദാൻ ഓൾ ദി അതർ പീക്സ് ഇൻ ദി വേൾഡ് എന്ന് പറഞ്ഞു. ഇനി ചെറിയൊരു വ്യത്യാസത്തിൽ നമുക്ക് ഉപയോഗിക്കാം. ഓർ എവറസ്റ്റ് ഈസ് ഹയർ ദാൻ എനി അതർ പീക്ക് ഇൻ ദി വേൾഡ്. എനി അതർ ചേർത്ത് കഴിഞ്ഞാൽ പീക്കിനെ സിംഗുലർ ആക്കണം. മലയാളത്തിൽ നമ്മൾ പറയാറുണ്ട് വേറെ ഏതൊരു കൊടുമുടിയേക്കാളും, എല്ലാ കൊടുമുടികളേക്കാളും എന്ന് പറയുന്നത് മറ്റേതൊരു എനി അതർ എന്നാൽ ചേർക്കുന്നെങ്കിൽ ആ പീക്ക് എന്നുള്ള നൗണിനെ നമ്മൾ സിംഗുലർ ആക്കുക. ഓൾ ദി അതർ ചേർത്താൽ അതിനെ പ്ലൂറലാക്കുക. ഇത് വളരെ കെയർഫുൾ ആയിരിക്കണം. ഇത് തെറ്റിയാൽ മാർക്ക് പോയി. എനി അതർ പീക്സ് എന്ന് എഴുതിയാൽ മാർക്ക് തരണമെന്നില്ല. സാറിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല വാല്യൂ ചെയ്യുന്ന ആളിന്. കാരണം കുട്ടി കെയർഫുള്ളല്ല, അതുകൊണ്ട് മാർക്ക് കിട്ടത്തില്ല. അതുകൊണ്ട് എനി അതർ ചേർക്കുന്ന ആളുകൾ സിംഗുലറും ഓൾ ദി അതർ ചേർക്കുമ്പോൾ പ്ലൂറൽ. ഇതെങ്കിൽ ഒന്ന് എഴുതിയാൽ മതി. ഇത്രയാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്. ഒരു എക്സാമ്പിളോട് നമുക്ക് ഇതിനെക്കുറിച്ച് പറയാം. ഒരു കമ്പാരിറ്റീവ് ഞാൻ പറയാം. അതിന് നമുക്ക് നിങ്ങളും ചെയ്യുക സൈമിൾട്ടേനിയസ്ലി. ഞാനും പറഞ്ഞു പോകും, നിങ്ങളും ചെയ്തു പോകാൻ നോക്കാം. കാശ്മീർ ഈസ് മോർ ബ്യൂട്ടിഫുൾ ദാൻ ഓൾ ദി അതർ സ്റ്റേറ്റ്സ് ഇൻ ഇന്ത്യ. കാശ്മീർ ഈസ് മോർ ബ്യൂട്ടിഫുൾ ദാൻ ഓൾ ദി അതർ സ്റ്റേറ്റ്സ് ഇൻ ഇന്ത്യ എന്ന് പറയും. ഇതിനെ പോസിറ്റീവ് ആക്കാം. നോ അതർ സ്റ്റേറ്റ് ഇൻ ഇന്ത്യ ഈസ് സോ ബ്യൂട്ടിഫുൾ ആസ് കാശ്മീർ. എളുപ്പമായല്ലേ? അതുപോലെ കാശ്മീർ ഈസ് ദി ഓർക്കുക ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ സ്റ്റേറ്റ് ഇൻ ഇന്ത്യ. ഇത്രയാണ്. നമുക്ക് എക്സാമ്പിൾ ഇത്രയും മതി. ബാക്കി നിങ്ങളുടെ ടെക്സ്റ്റിലും ഒക്കെ തന്നെ ഉണ്ട്. റെഫർ ചെയ്യുക, ക്വസ്റ്റ്യൻ കളക്ട് ചെയ്തിട്ട് നോക്കുക. ഇനി ഞാൻ പറഞ്ഞു ഇതൊക്കെ ഇങ്ങനെയാണ് നോർമൽ ക്വസ്റ്റ്യൻ വരുന്നത്. എന്നാൽ ഇത് ടഫ് ആക്കണമെന്ന് ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്ന ആൾക്കാർക്കും തോന്നുന്നു ഈ വർഷം അത്ര ഈസി ആയിട്ട് ആരും എഴുതണ്ടെന്ന് തോന്നുക. അങ്ങനെയുള്ളവരും ഉണ്ട്. എല്ലാവരും കുട്ടികളെ പീനലൈസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന സാറന്മാരല്ല. എന്നാൽ പീനലൈസ് ചെയ്യുന്നതിന് ഒരു ജന്മവാസനയുള്ള സാറന്മാരുണ്ട്. അവർ ക്വസ്റ്റ്യൻ അങ്ങനൊന്നും ഈസി ആയിട്ട് ജയിക്ക് പോട്ടെ, വല്ലതൊക്കെ അറിഞ്ഞിട്ട് പോയാൽ മതി എന്ന് വിചാരിക്കുന്നവർ ക്വസ്റ്റ്യൻ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾ കുഴങ്ങും. അങ്ങനെയുള്ള നമ്മൾ എല്ലാം ആൻറ്റിസിപ്പേറ്റ് ചെയ്യണമല്ലോ. മുൻകൂട്ടി പ്രതീക്ഷിക്കുന്നതിന് ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്നത് എക്സ്പെക്ട് ബിഫോർ ഹാൻഡ്. മുൻകൂട്ടി പ്രതീക്ഷിക്കുന്നതെന്ന് പറയും. കൂടുതൽ മുൻകൂട്ടി പ്രതീക്ഷിക്കുന്നത് ആൻറ്റിസിപ്പേഷനാണ്. ആൻറ്റിസിപ്പേറ്റ് അവിടെ മുൻകൂർ എന്നുള്ള അർത്ഥത്തിൽ മുൻകൂർ ജാമ്യത്തിന് ആൻറ്റിസിപ്പേറ്ററി ബെയിൽ എന്ന ബെയിൽ ജാമ്യം BAIL ആൻറ്റിസിപ്പേറ്ററി ബെയിൽ എന്നാണ് ഇംഗ്ലീഷ്. ഇവിടെ ഓൺ ഓഫ് ചേർത്ത് വരും. അപ്പോൾ നമ്മൾ ആ കുഴയും. ഗാന്ധിജി വാസ് വൺ ഓഫ് ദി ഗ്രേറ്റസ്റ്റ് ലീഡേഴ്സ് ഓഫ് ഇന്ത്യൻ ഫ്രീഡം സ്ട്രഗിൾ എന്ന സെൻറ്റൻസ് ഞാൻ തരികയാണ്. ഗാന്ധിജി വാസ് വൺ ഓഫ് ദി ഗ്രേറ്റസ്റ്റ് ലീഡേഴ്സ് ഓഫ് ഇന്ത്യൻ ഫ്രീഡം സ്ട്രഗിൾ. നിങ്ങൾക്ക് എഴുതാൻ പറ്റുമോ? നോ അതർ ഫ്രീഡം ലീഡേഴ്സ് ഇൻ ഇന്ത്യൻ ഫ്രീഡം സ്ട്രഗിൾ വാസ് സോ ഗ്രേറ്റ് ആസ് ഗാന്ധി എന്ന് എഴുതാൻ പറ്റത്തില്ല. കാരണം ഗാന്ധിജി ഫ്രീഡം ഫൈറ്റേഴ്സിൻ്റെ ലീഡേഴ്സിൽ ഒരാളാണ്. അപ്പോൾ ഗാന്ധിയോടൊപ്പമുള്ള കുറേ പേരെങ്കിലും ഉണ്ട്. അവിടെ നമ്മൾ എന്ത് ചെയ്യും? അവിടെ കയറി ഗാന്ധി വാസ് മോർ ഗ്രേറ്റർ ദാൻ, ഗ്രേറ്റ് ആകുമ്പോൾ ഒരു സിലബിളേ ഉള്ളൂ, ഗ്രേറ്റർ എന്ന് പറയാം, ഗ്രേറ്റർ ദാൻ ഓൾ ദി അതർ ലീഡേഴ്സ് ഓഫ് ഇന്ത്യൻ ഫ്രീഡം സ്ട്രഗിൾ എന്ന് പറഞ്ഞാലും തെറ്റാണ്. എല്ലാവരെക്കാളും മുഴുവൻ ഗാന്ധി എന്ന് പറയാൻ പറ്റുന്നില്ല. ഒരു പക്ഷേ ആയിരിക്കാം, എന്നാലും നമ്മൾ ഗ്രാമർ വെച്ച് നോക്കുമ്പം അതിനെ കൺവേർട്ട് ചെയ്യുമ്പം അങ്ങനെ പറഞ്ഞാൽ അർത്ഥം പോയി. ഇപ്പം ഗ്രാമറിൽ തന്നിരിക്കുന്നത് സൂപ്പർലേറ്റീവ് വൺ ഓഫ് ദി തന്നിരിക്കുന്നത്. അപ്പോൾ കുറച്ച് പേരെങ്കിലും ഗാന്ധിയുടെ അത്രയും ലെവലിലുള്ളവരുണ്ട് എന്നതിൽ സ്പഷ്ടമാണ്. പക്ഷേ സുഭാഷ് ചന്ദ്രബോസോ നെഹ്റു വരാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഒറ്റ വാക്കേ ഉള്ളൂ. ഇത് മനസ്സിൽ ഓർക്കുക. വൺ ഓഫ് ചേർത്ത് സൂപ്പർലേറ്റീവ് വന്നാൽ ഇത്രയും മലയാളത്തിൽ ഓർക്കുക. നമുക്ക് ഫാഷനല്ല, നമുക്ക് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുകയാണ്. അതുകൊണ്ട് ഞാൻ മലയാളത്തിൽ കൂടി പറഞ്ഞു പോവുകയാണ്. ഇതിങ്ങനെ ഒരു നമ്മൾ എഴുതി വെച്ചാലേ ഓർക്കാൻ പറ്റുള്ളൂ. നമുക്ക് ഇതിനകത്ത് ഇംഗ്ലീഷ് നോട്ട് എഴുതി അത് പഠിക്കാൻ ഇനി വേറെ ട്യൂഷന് പോകണം. അതുകൊണ്ട് ഇംഗ്ലീഷ് നോട്ട് വെൻ അഡ്ജക്റ്റീവ് കംസ് വിത്ത് ഓൺ ഓഫ് എന്ന് പറഞ്ഞ് നമുക്ക് എഴുതാനറിയാം. അതല്ല ഇപ്പോൾ അത്യാവശ്യം നമുക്ക് ഉള്ള സമയത്തിനുള്ളിൽ ക്ലാസ്സുകളൊക്കെ നഷ്ടപ്പെട്ടവരാണ്. അതിനുവേണ്ടി പറയുകയാണ്, ഇങ്ങനെ എഴുതി വെച്ചോളുക. വൺ ഓഫ് ചേർത്ത് സൂപ്പർലേറ്റീവ് വന്നാൽ വെരി ഫ്യൂ ചേർത്ത് പോസിറ്റീവ് ആക്കണം.
മെനി അതർ ചേർത്ത് കമ്പാരിറ്റീവ് ആക്കുക. അപ്പോൾ കറക്റ്റ്. ഓൾ ദി അതർ അല്ല, മെനി അപ്പം വളരെക്കാളും എന്ന് പറഞ്ഞാൽ മതിയല്ലോ, കുറച്ച് പേരുണ്ട് ഗാന്ധിയുടെ ലെവലിൽ. അപ്പോൾ ഗാന്ധിജി വാസ് ഗ്രേറ്റർ ദാൻ മെനി അതർ ലീഡേഴ്സ് ഓഫ് ഇന്ത്യൻ ഫ്രീഡം കമ്പാരിറ്റീവായി. വൺ ഓഫ് വരുന്നതാണ്. അതുപോലെ തന്നെ വെരി ഫ്യൂ ലീഡേഴ്സ്, കുറച്ച് പേര് മാത്രമേ ഗാന്ധിയുടെ അത്ര ലെവലുള്ളൂ. അപ്പോൾ വെരി ഫ്യൂ ലീഡേഴ്സ് വെർ സോ ഗ്രേറ്റ്, വെരി ഫ്യൂ ലീഡേഴ്സ് ഓഫ് ഇന്ത്യൻ ഫ്രീഡം സ്ട്രഗിൾ വെയർ, ലീഡേഴ്സ് പറഞ്ഞിട്ട് വേറാണ്, വാസ് വരത്തില്ല, വെയർ സോ ഗ്രേറ്റ് ആസ് ഗാന്ധിജി. ഇതിൻ്റെ കൂടുതൽ എക്സാമ്പിൾസ് അടുത്ത എപ്പിസോഡിൽ തരുന്നതായിരിക്കും. ഐ നോ ഇറ്റ് ഈസ് ഇൻസഫിഷ്യൻറ്റ്, കുട്ടികൾക്ക് കുറച്ചുകൂടെ എക്സാമ്പിൾസ് വേണം. അത് ജനറലായിട്ട് കുറച്ചുകൂടെ പറഞ്ഞുകൊണ്ടേ അടുത്ത ടോപ്പിക്കിലേക്ക് ഞാൻ വരത്തുള്ളൂ, അടുത്ത ക്ലാസ്സിൽ, അടുത്ത എപ്പിസോഡിൽ. താങ്ക് യു വെരി മച്ച് ഫോർ ലിസണിങ് ടു മീ സോ ഫാർ.